ഹായ് ഹലോ. അപ്പം ഞാൻ കഥകളുടെ രാജകുമാരി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് പാർട്ടുകളെ കുറിച്ചിട്ടാണ്. ഓരോ രചനയ്ക്കും ഇടുന്ന നമ്മുടെ പാർട്ടുകളെ കുറിച്ച്. ഒരു തുടർക്കഥ എഴുതുമ്പോൾ നമ്മൾ പരമാവധി ഒരു 1000 വേർഡ്സ് എത്തിക്കാൻ നോക്കുക. ഇപ്പം എൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ 1000 വേർഡ്സിൻ്റെയാണ് പരമാവധി ഞാൻ എങ്ങനെ പോയാലും എഴുതാറ്. അപ്പം അത് 1000 വേർഡ്സ് ആകുമ്പോൾ ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇതെൻ്റെ പ്രതിലിപിയുടെ അക്കൗണ്ടാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പം അതിൽ എൻ്റെ പൊട്ടിപ്പെണ്ണ് എന്നുള്ള സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് 5 മിനിറ്റ് 6 മിനിറ്റ് അങ്ങനെയാണ് കണക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട പാർട്ടായ പോലും 1000 ഉള്ള നിലയ്ക്ക് 4 മിനിറ്റിൻ്റെ ആയിരിക്കും. അപ്പം നമ്മൾ പരമാവധി 4 അങ്ങനെ 1000 വേർഡ്സ് ഉൾക്കൊള്ളിച്ച് എഴുതാൻ ശ്രമിക്കാം. ഇനി നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ സേവ് കൊടുത്തിട്ട് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്രാഫ്റ്റിൽ കിടക്കും. അപ്പോൾ ആ ഡ്രാഫ്റ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റും അല്ല, എന്നാൽ അതിൻ്റെ മുകളിലായിട്ട് സീരീസ് ഡ്രാഫ്റ്റുകൾ എന്നുള്ളിടത്ത് കിടക്കും. ഇനി അത് നമുക്ക് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇന്നത്തെ ദിവസം 8-ാം തീയതി. 8-ാം തീയതി ആകുമ്പോൾ 8-ാം തീയതി എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അങ്ങനെ എടുക്കാം. അടുത്ത ദിവസം 9-ാം തീയതി സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനൊരു ഡേറ്റ് കൊടുക്കാം, അല്ല ടൈം കൊടുക്കാം. ടൈം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു 1 മണി കൊടുക്കുകയാണ് കേട്ടോ, ഉച്ചയ്ക്ക്. അപ്പോൾ അത് ശരി എന്നുള്ളത് കൊടുത്ത് ഇതാ 2025 സെപ്റ്റംബർ 9-ാം തീയതി 1 മണിക്ക് ഇത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഷെഡ്യൂൾ അപ്പോൾ ജസ്റ്റ് നമ്മൊന്ന് ചെക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൊന്ന് ഇവിടെ റീഫ്രഷ് ചെയ്തതിന് ശേഷം താഴേക്ക് വരിക. അപ്പോൾ ഇതിൽ നമ്മുടെ ഡെയിലി സീരീസ് വന്ന് കിടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ നെക്കി കഴിഞ്ഞാൽ ചൊവ്വാഴ്ചത്തെ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് താഴേക്ക് വരിക. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള പാർട്ടുകളാണ്. അപ്പോൾ അവരുടേത് ആ ടൈമിന് ഇവിടെ ഓൾറെഡി പോസ്റ്റ് ആവും. അവരുടെ പാർട്ടുകൾ എഴുതി വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പോസ്റ്റ് ആവും. നമ്മുടെ നെറ്റ് ഓഫ് ആണെങ്കിൽ പോലും അതവിടെ പോസ്റ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ 12 മണിക്കാണ് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അവരുടെ ആദ്യം കിടക്കുന്നത്. പുലർച്ചെ രാവിലെ കഴിഞ്ഞാൽ 3 മണി 5 മണി 6 മണി 9 മണി 10 മണി വൈകുന്നേരം 6 മണി. ഇതാ എൻ്റെത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പൊട്ടിപ്പെണ്ണ് ഇക്കാൻ്റെ രാജകുമാരി പുതിയ പാർട്ട് വരുന്നു, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഡെയിലി സീരീസ് എടുത്ത് നോക്കുന്നവർക്ക് നമ്മുടെ പാർട്ട് അവിടെ നമ്മുടെ സ്റ്റോറി അവിടെ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രചന അവർ വായിക്കാൻ ഇടവരും, കൂടുതൽ ആളുകളിലേക്ക് എത്തും, വായിക്കും. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തേത്. ഇനിയുള്ള ഡൗട്ടുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും.